വിഷപ്പാമ്പ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഫണം വിടർത്തി തല ഉയർത്തി നിൽക്കുന്ന ഒരു മൂർഖൻ്റെ ചിത്രമായിരിക്കുമല്ലോ. ഇതുപോലെ തന്നെ മാരക വിഷമുള്ള പാമ്പുകളായിട്ടുള്ള ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കേട്ടനോ അണലി എന്ന് വിളിക്കുന്ന ചേനത്തണ്ടനെയോ ഒന്നും നമ്മുടെ മനസ്സിൽ അത്ര പെട്ടെന്ന് വരില്ല. എപ്പോഴും മൂർഖനാണ് പാമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരിക. നാഗം, കാവ്, സർപ്പം, സർപ്പകോപം, നാഗങ്ങളുടെ അനുഗ്രഹം, നാഗങ്ങളുടെ പക, ഇങ്ങനെ പലതരത്തിലുള്ള മിത്തുകളും കഥകളും ഒക്കെ കേൾക്കുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ഒരു പാമ്പിന് തന്നെയാണല്ലോ. ഹിന്ദു മിത്തോളജി പ്രകാരം 1000 തലയുള്ള തിരു അനന്തന്റെ ദേഹത്താണല്ലോ വിഷ്ണു ശയിക്കുന്നത് പാലാഴിയിൽ. പാലാഴി മദനം നടത്തുന്ന സമയത്ത് കയറായിട്ട് ഉപയോഗിച്ചത് 800 തലയുള്ള വാസുകി എന്ന് പറയുന്ന സർപ്പത്തെയാണ്. അത് ഛർദ്ദിച്ച വിഷം സർവ്വതും നശിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ശിവൻ അതെടുത്ത് ഭുജിച്ചെന്നും അത് തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നിട്ടാണ് നീലകണ്ഠനായി പോയത് എന്നുമാണ് കഥ. നാഗരാജാവായിട്ടുള്ള ഈ വാസുകിയാണ് ശിവന്റെ കഴുത്തിൽ എപ്പോഴും ചുറ്റിക്കിടക്കുന്നത്. കാളിന്തി നദിയിലെ കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ ഫണത്തിന്റെ മുകളിലാണ് ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്തത് എന്നാണ് വേറൊരു കഥ. അതുപോലെ തക്ഷകനും കാർക്കോടകനും ഒക്കെ ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. ചില ആളുകളെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആളൊരു കാർക്കോടകനാണെന്ന് പറയാറുണ്ട്. അയാളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഉള്ള കഠിനമായിട്ടുള്ള ഏതൊക്കെയോ സ്വഭാവങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ കഠിന വിഷമുള്ള കാർക്കോടകനെ അവിടെ കൂട്ടിക്കെട്ടുന്നത്. ഈ പുരാണ കഥകളിലുള്ള നാഗങ്ങളെയൊക്കെ ദൈവത്തിനെ പോലെ വിശ്വസിച്ചിട്ട് ആരാധിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതായത് ഈ കഥയിലുള്ള പല നാഗങ്ങൾക്കും ഈ വിടർത്താവുന്ന ഫണമുണ്ട്. അതായത് നമ്മുടെ മൂർഖനെ പോലെ. സാധാരണ മൂർഖന്റെ വളരെ വലിപ്പമുള്ള രൂപമായിട്ടാണ് ഇവരെയൊക്കെ സങ്കല്പിക്കപ്പെടുന്നത്. സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നാണല്ലോ ഹൗവയെ കൊണ്ട് വിലക്കപ്പെട്ട കനി ഭക്ഷിപ്പിക്കുന്നത്. ലോകത്തിലെ പല സംസ്കാരങ്ങളിലും മതവിശ്വാസങ്ങളിലും ഒക്കെ പാമ്പുകൾ ഇങ്ങനെ പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം മിത്തുകളും കഥകളും വിശ്വാസങ്ങളും ഒക്കെ കൂടിക്കുഴഞ്ഞിട്ടുള്ളതാണ് ഒരുവിധം മനുഷ്യരുടെ ഒക്കെ മനസ്സിലുള്ള പാമ്പുകളെ കുറിച്ചിട്ടുള്ള ധാരണകളും. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസവും ഭയവും ഒക്കെ നിലനിൽക്കുന്ന ഉരകജീവികളിൽ ഒന്ന് പാമ്പുകൾ തന്നെയാണ് ഇപ്പോഴും. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്ന ഉഗ്രപ്രതാപികളായിട്ടുള്ള വൈദ്യന്മാരുടെ വീരകഥകൾ പല നാടുകളിലും പണ്ടുണ്ടായിരുന്നു. വിഷം തീണ്ടിയ ആൾക്കായിട്ട് വരുന്നവരുടെ ദൂതലക്ഷണം കേട്ടിട്ട് ചികിത്സ ആരംഭിക്കുന്നത് തൊട്ടിട്ട് ചുട്ടുകോഴിയെ പറപ്പിക്കുന്ന വൈദ്യന്മാർ വിഷദംശനമേറ്റ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് നടത്തിയ കഥകൾ വരെ പലതും കേൾക്കാം. ഇതിൽ ചിലതൊക്കെ കേട്ടുകേൾവി കഥകളായിരിക്കും, ചിലത് സാക്ഷ്യങ്ങളായിരിക്കും, ചിലത് നേരനുഭവങ്ങൾ എന്നുള്ള രീതിയിലുമാണ് പറയുക. പൊടിപ്പും തൊങ്ങലും വെച്ച ഇത്തരം വൈദ്യ വീരകഥകൾ ഇപ്പോഴും പാടുന്നവരെ നമുക്ക് കാണാം. പക്ഷേ ഇക്കാലത്തൊന്നും അധികമാരും ഇതൊന്നും വിശ്വസിക്കില്ല എന്നാണ് നമ്മൾ കരുതുക. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴും ഇതൊക്കെ ശരിയാണ് എന്ന് കരുതുന്നവർ ധാരാളമായിട്ടുണ്ട്. തൻ്റെ കുടുംബത്തിലെ അത്തരം വൈദ്യന്മാർ കൊത്തിയ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്നത് നേരിട്ട് കണ്ട അനുഭവങ്ങൾ എന്നുള്ള രീതിയിൽ വളരെ കാര്യമായിട്ട് ഒരു സിനിമാ നടി പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ അടുത്ത കാലത്താണ് കണ്ടത്. എന്തായാലും ഉഗ്രശക്തനായിട്ടുള്ള ആ വിഷവൈദ്യൻ്റെ മന്ത്രശക്തിയിലൊക്കെ സഹികെട്ട് വിഷം തിരിച്ചിറക്കാൻ വരുന്ന ആ പാമ്പിൻ്റെ വരവൊന്ന് സിനിമാറ്റിക്കായിട്ട് സങ്കല്പിച്ച് നോക്കുന്നത് വളരെ രസകരമായിരിക്കും. അതിലെന്തായാലും ഇഴഞ്ഞു വരിക ഒരു മൂർഖൻ ആയിരിക്കുമല്ലോ. ഹിന്ദി നാഗിന സിനിമകളിൽ നിന്നും കടം കൊണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മകുടി ഊതുന്നതിൻ്റെ ഒരു ശബ്ദം കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. പാതിരാത്രി മങ്ങിയ തിരുവട്ടം മാത്രമുള്ള ഒരകത്തളം, വൈദ്യനും മരണാസന്നനായി കിടക്കുന്ന രോഗിയും അവരുടെ ബന്ധുക്കളും ഒക്കെ നോക്കി നിൽക്കെ പതുക്കെ ചളിപ്പോടെയും ഇപ്പം ദേഷ്യത്തോടെയും പടിവാതിൽ കടന്ന് മുറിയിലേക്ക് ഇഴഞ്ഞ് വരുന്ന ഒരു സർപ്പം പത്തിയൊക്കെ വിടർത്തി കടികിട്ടിയ ആളുടെ അതേ മുറിവിലേക്ക് ആഞ്ഞുകൊത്തി സ്ട്രോ വെച്ചിട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നത് പോലെ അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വിഷത്തെ മാത്രം ഊറ്റിയെടുത്ത് ഉള്ളിലാക്കി എല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കി, പ്രത്യേകമായിട്ട് വൈദ്യനെ ഒന്നുകൂടി നോക്കി. സ്ലോ മോഷനിൽ പാമ്പിൻ്റെ ഒരു തിരിച്ചു പോക്കുണ്ട്. അമ്മോ, പോകുന്ന പോക്കിൽ മെനക്കെടുത്തിയതിൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് തൊഴുത്തിന് തീയിടലും കുടുംബത്തിലെ ഭാവി അംഗങ്ങൾക്കടക്കം എക്സിമയും സോറിയോസിസും പോലുള്ള ത്വക്ക് രോഗങ്ങൾ കൂടി സമ്മാനിച്ചിട്ടേ ചങ്ങാതി പോകൂ. അതും കൂടാതെ ഈ കുടുംബത്തിൽ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം വരെ ശാപം നൽകിയിട്ടാണ് ഈ പാമ്പ് പോവുക. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇത്രമാത്രം ദുരിതം തനിക്കും തൻ്റെ കുടുംബത്തിലും ഭാവിയിലും ഉണ്ടാകാമെന്നറിഞ്ഞിട്ടും അത്രമേൽ അറിവും ചികിത്സാ പാരമ്പര്യവുമുള്ള ഈ വൈദ്യൻ ഇതിന് ഈ മാരക പണി എന്തിനാണ് ചെയ്യുന്നത് എന്ന് സ്വന്തം ചികിത്സയിൽ അത്ര വിശ്വാസം ഇല്ലാതുകൊണ്ടായിരിക്കാം. ചില നാഗങ്ങൾ അവയുടെ ഫണത്തിന് മുകളിൽ നാഗമാണിക്യം സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ചിലരൊക്കെ കബളിപ്പിക്കപ്പെടുന്നതിൻ്റെ പത്രവാർത്തകൾ കാണുമ്പോഴാണ് നമ്മൾ അമ്പരന്ന് പോവുക, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ എന്ന്. ഒരു LED ലൈറ്റും ബാറ്ററിയും പഞ്ഞിയുടെ ഉള്ളിൽ ഒളിച്ചു വെച്ച് അതിന് മുകളിൽ ഒരു മീൻ ഗുളിക വെച്ച് ഈ ലൈറ്റ് കത്തിച്ച് അതിനെ തിളക്കിപ്പിച്ച് ഒരു നിമിഷം കാണിച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആദിവാസി മൂപ്പന്മാരെ വരെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നാഗമാണിക്യത്തിനായിട്ട് കോടികൾ വരെ
മുൻകൂറായിട്ട് അഡ്വാൻസ് വാങ്ങിയ പഹയന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് കോടി കൊടുക്കാൻ ഉള്ള മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ പറ്റിക്കപ്പെട്ടവരിൽ വലിയ ബിസിനസ്സുകാർ പോലും ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും പോകില്ല എന്നാണ് ഇതിനർത്ഥം. പാമ്പുകൾ ഒരുവിധം എല്ലാവർക്കും പേടിയുള്ള ഏക ഉരക ജീവിയാണ്. വിഷമുണ്ടായാലും ഇല്ലെങ്കിലും പാമ്പുകളെ കാണുമ്പോൾ എല്ലാവർക്കും ഭയം തന്നെയാണ്. അതായത് ഈ പാമ്പുകളോടുള്ള ഭയം മനുഷ്യ പരിണാമം അല്ലെങ്കിൽ പ്രൈമേറ്റുകളുടെ പരിണാമത്തിൻ്റെ അത്രയും പഴക്കമുള്ളതാണ്. ഇനി പാമ്പുകൾ എന്ന് പറയുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ കൂടി തീർക്കാം. കേരളത്തിലെ തന്നെ ചില ജില്ലകളിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ വിഷപ്പാമ്പ് മാത്രമാണ്, ചേരയെ അവർ പാമ്പെന്ന് വിളിക്കില്ല. അതേസമയം മറ്റു പല സ്ഥലങ്ങളിലും ചേരയും ഒരു പാമ്പ് തന്നെയാണ്, ചേരപ്പാമ്പ് എന്നും അതിന് പറയും. മൂർഖൻ പാമ്പ് എന്ന് മൂർഖനെയും വിളിക്കും. ആൻറ്റി സ്നേക്ക് വെനം കണ്ടെത്തുന്നത് വരെയും ലോകത്ത് ഒരുവിധം എല്ലായിടത്തും വിഷപ്പാമ്പുകളുടെ കാര്യമായിട്ടുള്ള കടി കിട്ടിയവരൊക്കെ മരിച്ചിട്ടുണ്ട്. വിഷപ്പാമ്പുകളുടെ എണ്ണത്തിൽ കുറവും കടിച്ചാൽ തന്നെ പലതും കാര്യമായ അളവിൽ രക്തത്തിലേക്ക് വെനം കയറാതെ വിധത്തിലുള്ള ഡ്രൈ ബൈറ്റുകളാകാം എന്നതുകൊണ്ടും ലോകത്തെങ്ങുമുള്ള വിഷവൈദ്യന്മാരൊക്കെ ഇത്തരത്തിലുള്ള പാമ്പ് കടി ചികിത്സിക്കാറുണ്ട്. അവർ വിജയിക്കാറുമുണ്ട്. കാരണം ഉള്ളിൽ വിഷം എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെ. പച്ചമരുന്നുകളും ഒറ്റമൂലികളും പാരമ്പര്യ ചികിത്സകളും ഒക്കെ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും നന്നായിട്ട് കടി കിട്ടിയപ്പോഴൊക്കെ മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. ഇത്തരത്തിൽ മരിച്ചതൊക്കെ വൈകി എത്തിയതിൻ്റെയും കാലക്കേടിൻ്റെയും ദശാകുറ്റത്തിൻ്റെയും പഥ്യം നോക്കാത്തതിൻ്റെയും വിധിയുടെയും ഒക്കെ വരവിൽപ്പെടുത്താമെന്നതിനാൽ തന്നെ വിഷപ്പാമ്പ് അല്ലാത്തവയുടെ കടിയൊക്കെ ചികിത്സിച്ചും അല്ലെങ്കിൽ ഡ്രൈ ബൈറ്റുകൾ ചികിത്സിച്ചുമൊക്കെ വൈദ്യന്മാർ പേരെടുത്തുകൊണ്ടിരുന്നു. നമുക്കപ്പോഴും നമ്മുടെ കോബ്രയിലേക്ക് തിരിച്ചു പോകാം. ഇന്ത്യൻ കോബ്ര എന്നു പേരുള്ള നാജ നാജ എന്ന ശാസ്ത്രനാമമുള്ള സുന്ദരനാഗത്തിൻ്റെ കഥയിലേക്ക്. 1758 കാൾ ലീനസ് ആണ് ഇതിനെയും വർഗീകരിച്ചിട്ട് ഈ നാജ നാജ എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുന്നത്. നാഗ എന്ന് പറയുന്ന സംസ്കൃത പദത്തെ ലാറ്റിനീകരിച്ചിട്ടാണ് ഈ നാജ എന്നാക്കിയത് എന്നാണ് കരുതപ്പെടുന്നത്. നാജ ജനുസിൽപ്പെട്ട പലതരം പാമ്പുകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കോബ്ര എന്നത്. എന്നാൽ ആ ജനുസിൽപ്പെടാത്ത പലതരം പാമ്പുകളെയും കോബ്ര എന്ന് വിളിക്കാറുമുണ്ട്. നമ്മുടെ രാജവെമ്പാലയും കിങ് കോബ്ര എന്നാണല്ലോ വിളിക്കുന്നത്. അത് പക്ഷേ നാജ ജനുസിൽപ്പെട്ട ജീവിയല്ല രാജവെമ്പാല. ഓഫിയോഫാഗസ് ഹന്ന എന്നാണ് രാജവെമ്പാലയുടെ ശാസ്ത്രനാമം. രാജവെമ്പാലയെ കുറിച്ചിട്ട് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. എലാപ്പിഡെ കുടുംബത്തിൽപ്പെട്ട ഉഗ്രവിഷമുള്ള പാമ്പുകളാണ് കോബ്രകൾ. നാജ ജനുസിൽപ്പെട്ട ഇവർ ആഫ്രിക്കയിലും ഏഷ്യയിലും മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ സ്പെക്ടാക്കിൾഡ് കോബ്ര, ഏഷ്യൻ കോബ്ര, ബൈനോസിലേറ്റ് കോബ്ര എന്നൊക്കെ ഇതിന് പേരുണ്ട്. നമ്മൾ പറഞ്ഞ നാജ നാജ എന്ന് പറയുന്ന കോബ്രക്ക്. സർവ്വസാധാരണമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്ന ഈ നാജ നാജയെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കാണാം. നമ്മുടെ നാട്ടിലെ ഈ മൂർഖനെ ഇത്രയും സുന്ദരന്മാരാക്കുന്നത് അവയുടെ പത്തിയുടെ പുറകിലുള്ള എന്നെഴുതിയതുപോലെയുള്ള ഒരു കണ്ണട അടയാളമാണ്. ഉൾഭാഗത്തും അടിയിലും രണ്ട് ഭാഗത്തുമായിട്ടുള്ള കറുത്ത അടയാളങ്ങൾ കാണാം. 6 അടി വരെ നീളം വെക്കുന്ന ഈ മൂർഖനെ നമ്മുടെ നാട്ടിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്നുണ്ട്. ചില വർണ്ണ വ്യതിയാനങ്ങളിൽ ഇവയെ കാണാമെന്നതിനാൽ തന്നെ ഇവ വ്യത്യസ്ത തരം പാമ്പുകളാണ്, വ്യത്യസ്ത തരം മൂർഖന്മാരാണ് എന്ന് കരുതിയിട്ട് ഇവക്ക് പല തരത്തിലുള്ള പേരുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കറുത്ത നിറത്തിലും ബ്രൗൺ നിറത്തിലും അല്പം മഞ്ഞ നിറത്തിലും ഒക്കെ മൂർഖന്മാരെ കാണാം. അവ വസിക്കുന്ന സ്ഥലങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചില ചെറിയ മാറ്റങ്ങൾ ഇവയുടെ നിറങ്ങളിലുണ്ട് എന്നാണ് അതിനർത്ഥം. കരിമൂർഖൻ, കൈതമൂർഖൻ, പുല്ലാനി മൂർഖൻ, സ്വർണ്ണനാഗം എന്നിങ്ങനെ പലതരം മൂർഖൻ പാമ്പുകളുണ്ട് എന്നാണ് ചിലർ അവകാശപ്പെടുക. അങ്ങനെ കേരളത്തിൽ വ്യത്യസ്ത തരം മൂർഖന്മാരില്ല, ഒറ്റൊരു തരം പാമ്പ് മാത്രമേ കേരളത്തിലുള്ളൂ, നമ്മുടെ നാജ നാജ. എല്ലാ കോബ്ര ഇനങ്ങളും ഭയപ്പെടുമ്പോൾ സ്വയരക്ഷക്കായിട്ട് ചീറ്റുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. അപകട സാന്നിധ്യത്തിൽപ്പെട്ടാൽ അവർ വളരെ പെട്ടെന്ന് പ്രകോപിതരാകുന്ന ഒരു പ്രത്യേക രീതിയുമുണ്ട്. ഇവ തലഭാഗം മൊത്തമായിട്ട് നിലത്ത് നിന്നും ഉയർത്തി തലയുടെ താഴ്ഭാഗം വീതിയാക്കി വിടർത്തി ഫണമാക്കി നിൽക്കുമെന്നതാണ് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് പ്രകടനം. തല വലുതായിട്ട് തോന്നിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എതിരാളിക്ക് ഒരു ആശയക്കുഴപ്പം ഒക്കെ ഉണ്ടാക്കി അതിനിടയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഫണം ഉയർത്തൽ ഇവയെ സഹായിക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ളതാണ് മൂർഖൻ്റെ കണ്ണുകൾ. അവയുടെ കൃഷ്ണമണി വൃത്താകൃതിയിലുള്ളതുമാണ്. എലികളെ പോലെയുള്ള റോഡൻറ്റുകളുടെ മാളങ്ങൾ, കല്ലിടുക്കുകൾ, പലതരത്തിലുള്ള ദ്വാരങ്ങൾ, വിള്ളലുകൾ ഒക്കെയാണ് ഇവ ഒളിഞ്ഞു കഴിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗിക്കുക. ഈ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന പുറ്റുകളൊക്കെ പാമ്പുകളുടെ വീടുകളാണ് എന്നുള്ള ഒരു പൊതുധാരണയുണ്ടല്ലോ പലതരം പാമ്പുകളുടെയും. അതുകൊണ്ട് തന്നെ ചിതൽപുറ്റുകളെ പലപ്പോഴും പാമ്പിൻ പുറ്റ് എന്ന് ആളുകൾ വിളിക്കാറുമുണ്ട്. പാമ്പുകൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ പുറ്റുകളിലാണ് താമസിക്കുക എന്ന് കരുതുന്നവരുണ്ട്. നാഗസ്ഥാനങ്ങളായിട്ട് പല കാവുകളിലും ഇടം പിടിക്കുന്നത് ഇത്തരത്തിൽ അവിടെയുള്ള പുറ്റുകളാണ് താനും. പാലും നൂറും ഒക്കെ അവിടെ നേർച്ച സമർപ്പിക്കുന്നവരുമുണ്ട്. നാട്ടുപുറങ്ങളിലെ പഴയ പറമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള പുറ്റുകൾ ധാരാളമായിട്ട് കാണാം. മുത്തങ്ങ പോലുള്ള കാടുകളിലൊക്കെ സവാരിക്ക് പോയവർക്കറിയാം, ഒരാൾ ഉയരത്തിലൊക്കെയുള്ള ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ അവിടെയൊക്കെ കാണാം. പാമ്പുകൾ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന സ്വഭാവമുള്ളവരൊന്നുമല്ല. പക്ഷേ ചില പാമ്പുകൾ തലമുറകളായിട്ട് ഒരു പ്രദേശം തന്നെ അവരുടെ ടെറിട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം തേടുന്ന ഇടമായിട്ടൊക്കെ കണക്കാക്കിയിട്ട് കഴിയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്.
പക്ഷേ എന്നാൽ പൊതുവെ വീണയുടെ വിഷ്ണു ലോകം എന്ന് പറയുന്നത് പോലെയാണ് പാമ്പുകളുടെ സ്വഭാവം. ഇരകൾ കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്ന, അതുപോലെ തന്നെ ശത്രുക്കളുടെ മുന്നിൽ പെട്ടെന്നൊന്നും പെടാതെ രക്ഷപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള മാളങ്ങളും അതുപോലെ ഒളിവിടങ്ങളും ധാരാളമായിട്ടുള്ള ഇടം, ശരീര ശീതനിലയെ സഹായിക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥയുള്ള ഇടം, അതുപോലെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ഇടങ്ങളാണ് അവ കൂടുതലായിട്ട് കഴിയാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം. പാമ്പിന് നമ്മേക്കാൾ കൂടുതൽ ശത്രുക്കളുണ്ട്. അവരിൽ നിന്ന് ഒളിക്കാൻ, രക്ഷപ്പെടാൻ ഇവർക്ക് മാളങ്ങളിൽ ഒളിക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഗതി കെട്ടാൽ അല്ലെങ്കിൽ അളമുട്ടിയാൽ ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രമേ പാമ്പുകൾ കടിക്കാറുള്ളൂ. അവയെ സംബന്ധിച്ചിടത്തോളം അവയുടെ വനം വെറുതെ വേസ്റ്റാക്കുന്നതും അവർക്ക് നഷ്ടമാണ്. ഒളിച്ചു കഴിയാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് മാളമുണ്ടാക്കാനുള്ള കഴിവ് പോലും പാമ്പുകൾക്കില്ല. സ്വാഭാവികമായിട്ടുള്ള വിള്ളുകൾ, പെരിച്ചാഴി, മുള്ളംപന്നി, അതുപോലെ പന്നികൾ, കുറുക്കന്മാർ, അതുപോലെ പലതരം ജീവികളൊക്കെ തുരന്നിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മാളങ്ങളുടെ ഉള്ളിലൊക്കെയാണ് ഇവർ ഒളിച്ചു കഴിയുന്നത്. ഈ ചിതൽപുറ്റുകളും അതുപോലെയുള്ള ഒരു ഒളിവിടം മാത്രമാണ്. അതുപോലെ തന്നെ ചിതലുകൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ള കോളനികളിൽ മാത്രമേ ഇവ സാധാരണയായിട്ട് കയറിക്കൂടാറുമുള്ളൂ. ഈ ചിതൽ കോളനികൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണവും വലിപ്പമുള്ളതുമായിരിക്കും. നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല. വർഷങ്ങളോളം കുടികിടപ്പ് അവകാശമുള്ള ചില കോളനികൾ ഉണ്ടാവും. 80 വർഷമൊക്കെ ആയിട്ട് ഒറ്റ കോളനി ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. പാമ്പ് ഒരു ചിതൽപുറ്റിൽ കാണാനുള്ള ഒരു സാധ്യത മറ്റേത് മാളത്തിലും കാണുന്നതിനേക്കാൾ അല്പം കൂടുതൽ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ ഉറപ്പായിട്ടും പുറ്റുകൾ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെലക്ഷൻ നമ്പർ 1 ഒന്നുമല്ല. ശീതീകരണത്തിനായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള എഞ്ചിനീയറിംഗ്, സാങ്കേതിക വിദ്യയൊക്കെ അറിയുന്നവരാണ് ചിതലുകൾ എന്ന് നമുക്കറിയാം. അവയുടെ ഉള്ളിൽ കുറച്ചുകൂടി ഈർപ്പവും തണുപ്പും ഒക്കെ ബാക്കിയുണ്ടാവും. അതിനാൽ തന്നെ ഈ പാമ്പുകൾക്ക് അതിൽ ഇത്തിരി കൂടുതൽ സമയം കഴിയാൻ ഇഷ്ടമായിരിക്കും എന്ന് മാത്രം. ഒരേ ഇടം തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്വഭാവം പാമ്പുകൾക്ക് അല്ലെങ്കിലും ഇല്ല. ചിലപ്പോൾ ഭക്ഷണ ലഭ്യതക്കനുസരിച്ചിട്ട് ഒരേ സ്ഥലത്ത് തന്നെ കുറച്ചു കാലം കൂടുതൽ കഴിഞ്ഞെന്ന് വരും എന്ന് മാത്രം. എലി, തവള, മറ്റുരകങ്ങൾ, പാമ്പുകൾ, പക്ഷികൾ, പക്ഷിമുട്ടകൾ തുടങ്ങിയൊക്കെയാണ് ഇവരുടെ സാധാരണമായിട്ടുള്ള ഭക്ഷണം. മനുഷ്യവാസ പ്രദേശങ്ങളോട് ചേർന്നിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഇരകളെയും ധാരാളമായിട്ട് കിട്ടും, എലികളെയും ഒക്കെ കിട്ടും എന്നുള്ളതിനാൽ തന്നെ അത്തരം ഇടങ്ങളിൽ ഒഴിഞ്ഞു കഴിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരും ഇഷ്ടപ്പെടുന്നത്. മൂർഖൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം ദുഷ്ടൻ, പകയുള്ളവൻ, കനിവില്ലാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. സത്യത്തിൽ മൂർഖൻ പാമ്പിന് പകയോ ദേഷ്യമോ പിന്നീട് ഓർമ്മിച്ച് വെച്ചിട്ട് പ്രതികാരം വീട്ടാനുള്ള കഴിവോ ഒന്നുമില്ല. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു മൂർഖൻ്റെ വാലിൻ്റെ അറ്റത്തൂടെ ഒരു മോട്ടോർ സൈക്കിൾ കയറിയെന്നും അയാളെ പിന്തുടർന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഈ പാമ്പ് അയാളുടെ വീട്ടിലെത്തിയെന്നും എന്നൊക്കെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. തൻ്റെ ഇണയെ കൊന്നയാളെ തിരഞ്ഞ് പെൺപാമ്പ് അയാളുടെ വീട്ടിലെത്തിയതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ മൂർഖന് അത്തരത്തിൽ ഒരാളെ ഓർത്തു വെക്കാനോ പക കൊണ്ടു നടക്കാനോ ഒക്കെയുള്ള ബുദ്ധിവികാസമോ മസ്തിഷ്ക വളർച്ചയോ ഇല്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്നുള്ള ഒരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ. മനസ്സാക്ഷിയില്ലാതെ ലഭിച്ച സഹായങ്ങളൊക്കെ മറക്കുന്ന, നന്ദിയില്ലാതെ ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആ ഒരു പ്രയോഗം ഉപയോഗിക്കാറ്. മറ്റു പല സസ്തനികളെയും പക്ഷികളെയും ഒക്കെ പോലെ ഭക്ഷണം കൊടുത്താൽ അയാളെ ഓർത്തു വെക്കാനും അയാളോട് പ്രത്യേക ഇഷ്ടം കാണിക്കാനും ഒന്നുമുള്ള കഴിവ് പാമ്പുകൾക്കൊന്നിനുമില്ല. കാരണം അവയുടെ മസ്തിഷ്കം അത്രയേ വികസിച്ചിട്ടുള്ളൂ. മൂർഖനുമായിട്ട് ബന്ധപ്പെട്ട പലതരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴുമുണ്ട്. കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഫണരൂപമുള്ളതിനാൽ തന്നെ ഇതിനെ പാമ്പാട്ടികൾ ഒരു കാലത്ത് സ്ഥിരമായിട്ട് പ്രദർശിപ്പിച്ച് ജീവിച്ചിരുന്നു. മകുടി ഊതുമ്പോൾ അത് ആസ്വദിച്ച് ആ സംഗീതത്തിന് ഒത്ത വിധത്തിൽ താളം പിടിച്ച് പാമ്പ് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും എന്നായിരുന്നു ആളുകൾ കരുതിയിരുന്നത്. പാമ്പുകൾക്ക് ബാഹ്യ ശ്രവണേന്ദ്രിയങ്ങളില്ല എന്ന് നമുക്കറിയാം. മകുടി ഊതിയാലൊന്നും അതിന്റെ ശബ്ദം കേൾക്കാൻ പാമ്പുകൾക്ക് കഴിയില്ല. അപായപ്പെടുത്താനുള്ള എന്തോ ആണ് അതിന്റെ അറ്റം എന്നുള്ള രീതിയിലാണ് മകുടിയുടെ അഗ്രത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിന്റെ തല ഓരോ ഭാഗത്തേക്കായിട്ട് മൂർഖൻ ചലിപ്പിക്കുന്നത്. അല്ലാതെ സംഗീതം കേട്ടല്ല. ഏതിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതിൽ നിന്നും കണ്ണ് മാറ്റാതെ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിയുന്ന ഒരു സ്വഭാവം കോബ്രകൾക്കുണ്ട്. മൂർഖന്റെ ഈ ശീലം അറിയുന്നതിനാൽ തന്നെ ചില പാമ്പ് പ്രകടനക്കാർ പത്തിയുടെ പിറകിൽ ഉമ്മ വെക്കുന്നത് പോലെയുള്ള അപായകരമായിട്ടുള്ള പ്രകടനങ്ങൾ ചെയ്യുന്നതും. നാഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് അവയ്ക്ക് പാലും നൂറും നൽകുന്ന ചില ചടങ്ങുകൾ പല നാഗ ഊട്ട് കേന്ദ്രങ്ങളിൽ, നാഗാരാധനാ കേന്ദ്രങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ പശുവിൻ പാലിലൊക്കെയുള്ള പ്രോട്ടീനുകളെ ദഹിപ്പിക്കാനുള്ള കഴിവൊന്നും പാമ്പുകളുടെ വയറിനില്ല. നിർജ്ജലീകരണമൊക്കെ വന്നു കഴിഞ്ഞാൽ പാമ്പുകൾ ചിലപ്പോൾ ഈ പാല് കുടിച്ചെന്നിരിക്കും. അവർക്ക് രുചി അറിയാനുള്ള കഴിവ് പോലുമില്ല. അതുപോലെ മുട്ട കൊത്തി കുടിക്കാനുള്ള കഴിവ് പല പാമ്പുകൾക്കുമില്ല. ചില പാമ്പുകൾ മാത്രമാണ് മുട്ടയുടെ തോടൊക്കെ അവയുടെ പല്ലുപയോഗിച്ചുകൊണ്ട് അടർത്തി അതിനുള്ളിലുള്ളത് കുടിക്കുന്നത്. സാധാരണഗതിയിൽ മുട്ട പൂർണ്ണമായിട്ടും വിഴുങ്ങി വായിൽ വെച്ച് അമർത്തി അതിൻ്റെ പുറന്തോട് കക്കിക്കളയുകയാണ് അവ ചെയ്യുക. ചിലയിനം മൂർഖൻ പാമ്പുകൾക്ക് വിഷം ചീറ്റാനുള്ള കഴിവുണ്ട്. വിഷപ്പല്ലിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ദ്വാരത്തിലൂടെ വിഷം ചീറ്റി തെറിപ്പിക്കുകയാണ് അവ ചെയ്യുക. ഈ വിഷം കണ്ണിലൊക്കെ പതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കടുത്ത വേദനയും നീറ്റലും ചിലപ്പോൾ അന്ധതയും വരെ ഉണ്ടാകാം.
ഏപ്പുകളും മനുഷ്യരുമൊക്കെ രണ്ടു കാലിൽ നടക്കാൻ തുടങ്ങിയ പരിണാമത്തിന്റെ ഏതോ ഘട്ടത്തിലായിരിക്കും ഇത്തരത്തിലുള്ള വിഷം ചീറ്റുന്ന ഒരു ശീലം മൂർഖൻ പാമ്പുകളിൽ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ സാധാരണമായിട്ട് കാണുന്ന നമ്മുടെ നാട്ടിലെ ചേരയെ മൂർഖൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പലരും തല്ലിക്കൊല്ലാറുണ്ട്. വിഷമുണ്ടെന്ന അന്ധവിശ്വാസം മൂലം തന്നെ മഞ്ഞച്ചേര മലർന്നു കടിച്ചാൽ മലനാട്ടിൽ മരുന്നില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലും കൂടി നാട്ടിലുണ്ട്. പലപ്പോഴും മൂർഖനെ ചേരയെന്നും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മഞ്ഞച്ചേര, കരിഞ്ചേര എന്നിങ്ങനെ പലതരത്തിലുള്ള ചേരകളുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ ടിയസ് മുക്കോസ എന്ന് പറയുന്ന ഒറ്റൊരു ഇനം ചേര മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. പക്ഷേ അവയെ പല വർണ്ണ വ്യതിയാനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മൂർഖനും മഞ്ഞച്ചേരയും തമ്മിൽ ഇണചേരും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. മൂർഖൻ പാമ്പ് സാധാരണയായിട്ട് ഇണചേരലിന് ശേഷം ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്കിടയിലാണ് മുട്ടയിടുക. എലിമാളങ്ങൾ പോലെയുള്ള ഇടങ്ങളിൽ 10 മുതൽ 30 വരെ മുട്ടകൾ ഇട്ടുവെക്കും. 48 മുതൽ 69 ദിവസം വരെ കഴിയുമ്പോഴാണ് മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വരിക. 20-30 സെന്റിമീറ്റർ വരെ മാത്രം നീളമുള്ള ഈ കുഞ്ഞു പാമ്പുകളുടെയും വിഷഗ്രന്ഥികൾ അപ്പോഴും തന്നെ വികസിച്ചിട്ടുണ്ടാവും. അതായത് കുഞ്ഞാണെന്ന് കരുതിയിട്ട് മൂർഖന്റെ കുഞ്ഞുങ്ങളെ നിസാരരായിട്ട് കണക്കാക്കരുത്. ഒരാളെ കൊല്ലാനുള്ള വിഷം കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. മൂർഖന്റെ വിഷം ന്യൂറോടോക്സിനും കാർഡിയോടോക്സിനും അടങ്ങിയതാണ്. നെർവുകളുടെ സിനാപ്റ്റിക് സന്ധികളെയാണ് ഇവ പ്രധാനമായിട്ടും ബാധിക്കുക. പേശികളെ പാരലൈസ് ചെയ്യുന്നതിനാൽ ഹൃദയവും ശ്വാസകോശവും ഒക്കെ നിലച്ചു പോവുകയാണ് സംഭവിക്കുക. കടികിട്ടിയാൽ 15 മുതൽ 1 മണിക്കൂർ വരെ സമയത്തിനുള്ളിൽ വിഷത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. എന്നാൽ ആൻറ്റി സ്നേക്ക് വെനം ഉപയോഗിച്ചിട്ടുള്ള ശാസ്ത്രീയ ചികിത്സ വളരെ വേഗത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ മരണനിരക്ക് വളരെ ഗണ്യമായിട്ട് കുറക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ മൂർഖനെ കൂടാതെ പലതരം മൂർഖന്മാർ ലോകത്തെങ്ങുമായിട്ടുണ്ട്. ലോകത്തിലെ മൂർഖൻ ഇനങ്ങളിൽ ഏറ്റവും വിഷമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത് കാസ്പിയൻ കോബ്രയാണ്. ഇന്ത്യയിലും ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഇവയെ കണ്ടിട്ടുണ്ട്. 5 അടി വരെ നീളമുള്ള ഇവയുടെ ശരീരത്തിൽ ഇരുണ്ട നിറത്തിൽ ഇളം മഞ്ഞ വരകളും തവിട്ട് നിറവും ഒക്കെ കാണാം. വീതി കുറഞ്ഞ ചെറിയ പത്തിയാണ് ഇവർക്കുള്ളത്. അതുപോലെ നമ്മുടെ മൂർഖന്റെ പത്തിയിൽ കാണുന്നത് പോലുള്ള അടയാളവും ഇവരുടെ പത്തിയിലില്ല. നജ ജനുസിലെ വിഷവീര്യത്തിലെ രണ്ടാമനാണ് ഫിലിപ്പീൻ കോബ്ര, നജ ഫിലിപ്പീനൻസിസ്. വിഷം ചീറ്റുന്ന സ്പിറ്റിംഗ് കോബ്രയുടെ വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുക. ഇവരെയും കൂടാതെ പലതരത്തിലുള്ള വിഷമുള്ള കോബ്രകൾ വേറെയുമുണ്ട്. പാമ്പുകളോടുള്ള അനാവശ്യ ഭയം എന്തായാലും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. വളരെ കുറച്ച് പാമ്പുകൾക്ക് മാത്രമാണ് വിഷമുള്ളത്. അവയൊന്നും ആരെയും ആക്രമിച്ച് കടിക്കുന്ന സ്വഭാവമുള്ളവരല്ല. നമുക്കടുത്ത് നമ്മളറിയാതെ ഒളിച്ച് ജീവിച്ചു പോകുന്നവരാണവർ. അവയെ ചവിട്ടുകയോ അബദ്ധത്തിൽ അവരുടെ ദേഹത്ത് അമരുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് അവ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കടിക്കുന്നത്. അവ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാമ്പുകൾ ഒരു എക്കോസിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവി തന്നെയാണ്. എന്തിനാണ് ഈ പാമ്പുകൾ ഇവയൊക്കെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ എന്ന് പലരും കരുതാറുണ്ട്. നമ്മുടെ ആരോഗ്യം, എക്കണോമിയും ഒക്കെ താറുമാറാക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള റോഡൻറ്റുകൾ, എലികളെ പോലെയുള്ളവയൊക്കെ കൊന്നു തീർത്ത് അല്ലെങ്കിൽ തിന്നു തീർത്ത് അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനമുള്ളവരാണ് പാമ്പുകൾ. മൂങ്ങകൾക്കും പക്ഷികൾക്കും പൂച്ചകൾക്കും ഒന്നും പറ്റാത്ത ഇടങ്ങളിൽ അവയുടെ മാളങ്ങളിലൊക്കെ കയറിയിട്ട് ഇവയൊക്കെ തിന്ന് അവയുടെ എണ്ണം കുറക്കുന്നത് പ്രധാനമായിട്ടും പാമ്പുകളാണ്. എലികൾ പെരുകിയാലൊക്കെയുള്ള ദുരിതം നമ്മൾ കരുതുന്നതിലും വളരെ വളരെ കൂടുതലാണ്. ഇനി വിഷപ്പാമ്പുകളുടെ കടിയേറ്റാലും ഏറ്റവും പെട്ടെന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 2024 ഒറ്റമൂലിക്കാരുടെ അടുത്തേക്കും വൈദ്യന്മാരുടെ അടുത്തേക്കും മന്ത്രവാദികളുടെ അടുത്തേക്കും കല്ലുവെച്ച് ചികിത്സ ചെയ്യുന്നവരുടെ അടുത്തേക്കും കോഴിയുടെ പൃഷ്ഠം ഉപയോഗിച്ചിട്ട് വിഷം വലിച്ചെടുക്കുന്നവരുടെ അടുത്തേക്കൊക്കെ ആളുകൾ പോകുന്നു എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നല്ല തോതിൽ വെനം രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആൻറ്റി സ്നേക്ക് വെനം കൊണ്ടുള്ള ചികിത്സയല്ലാതെ മറ്റേതൊരു ചികിത്സ കൊണ്ടും മനുഷ്യർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതിനാൽ തന്നെ ഗോൾഡൻ ഹവറായിട്ടുള്ള ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും വേഗത്തിൽ തന്നെ അടുത്തുള്ള മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരാൾ പോലും പാമ്പ് കടിയേറ്റ് മരിക്കാതെ ഒരു നല്ല നാൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.